നമസ്കാരം. ഡേറ്റിംഗ് ആപ്പുകൾ വഴി പലരും ഇപ്പോൾ പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാവുന്നതും പിന്നീട് അവരുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാകുന്നതുമൊക്കെ ഇന്ന് സാധാരണ വാർത്തയായി മാറുന്നൊരു കാലമാണ്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് പീഡന കേസിൽപ്പെട്ടവരും അതല്ലാതെ വിവാഹിതരായവരും സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുന്നവരുമൊക്കെ ഇന്നും നിരവധി പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ കാനഡയിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു റഷ്യക്കാരിയും ഒരു കാനഡക്കാരനും പരിചയപ്പെടുന്നു. പിന്നീട് ഈ റഷ്യക്കാരി കാനഡയിലെത്തി അയാൾക്കൊപ്പം ജീവിക്കുന്നു. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. തനിക്ക് ഗൃഹാതുരത്വം അനുഭവപ്പെടുന്നു എന്നും തനിക്ക് തൻ്റെ വീട്ടുകാരെ കാണണം എന്നും പറഞ്ഞ് ഈ കുഞ്ഞുമായി റഷ്യയിലേക്ക് പോയ യുവതി പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ നിന്നുള്ള അവരുടെ ആൺസുഹൃത്തിൻ്റെ ഫോൺ എടുക്കാൻ പോലും തയ്യാറായതുമില്ല. അങ്ങനെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അയാൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ടെക്മീന അഗത് ഷാന്യൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര്. മാർക്ക് വിറ്റേക്കർ എന്നാണ് കാനഡ സ്വദേശിയായ അവരുടെ ആൺസുഹൃത്തിൻ്റെ പേര്. വിറ്റേക്കർ പറയുന്നത് തങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഡേറ്റിംഗ് ആപ്പുകൾ പരിചയപ്പെട്ടപ്പോൾ. അങ്ങനെയാണ് തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒടുവിൽ അവർ വിവാഹിതരാകുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. 2023 അവർക്ക് ഒരു മകൾ ജനിക്കുന്നു. ഈ കുട്ടിക്ക് മോണിക്ക എന്നാണ് പേരിട്ടിരിക്കുന്നത്. തങ്ങൾ കുഞ്ഞുമൊത്ത് പുറത്തു പോവുകയും വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുഞ്ഞിനെ കൊണ്ട് നാട്ടിലേക്ക് പോകണമെന്നും കുഞ്ഞിനെ ബന്ധുക്കളെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യ നാട്ടിലേക്ക് പോയത്. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് ഇപ്പോൾ ഈ വിറ്റേക്കർ പറയുന്നത്. ടെക്മീന പിന്നീട് തന്നെ ഫോൺ പോലും എടുക്കുന്നില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിറ്റേക്കർ ഇതിനോടകം 7 തവണയാണ് റഷ്യയിലേക്ക് പോയത്. $3 ലക്ഷം തനിക്ക് ഇതിനകത്ത് ചിലവായിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ 7 തവണ റഷ്യയിലേക്ക് പോയി എങ്കിൽ പോലും കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞത് 1 തവണ മാത്രമാണ് എന്നാണ് വിറ്റേക്കർ കുറ്റപ്പെടുത്തുന്നത്. മാത്രവുമല്ല, റഷ്യയിലെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഇത് കോടതി വഴി കുഞ്ഞിനെ ലഭിക്കാൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അമ്മയ്ക്ക് കുഞ്ഞിനെ കൈവശം വയ്ക്കാനുള്ള കസ്റ്റഡി അവകാശം റഷ്യയിലൊരു കോടതി ഇവർക്ക് നൽകിയിരിക്കുന്നുവെന്നാണ്. കൂടാതെ മാത്രമല്ല, വിറ്റേക്കർ കുഞ്ഞിന് ചെലവിന് കൊടുക്കണം എന്നും കൂടിയാണ് ഇപ്പോൾ റഷ്യയിലെ കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. വിറ്റേക്കർ ആകട്ടെ മകളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി കാനഡയിലെ കോടതിയിലും കേസ് ഫയൽ ചെയ്തിരുന്നു. മകളെ വിട്ടു തരണമെന്ന് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതുകൊണ്ട് റഷ്യയിൽ പോയി മകളെ തിരികെ കൊണ്ടുവരാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. താനിനി എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ വിറ്റേക്കർ ചോദിക്കുന്നത്. താൻ ആകെ പ്രതിസന്ധിയിലാണ്. അതായത് തനിക്ക് എൻ്റെ മകളെ കാണാതിരിക്കാൻ കഴിയുകയില്ല. എന്ത് കാരണത്താലാണ് ഭാര്യ ഇത്തരത്തിൽ തിരികെ വരാത്ത രീതിയിൽ അപ്രത്യക്ഷയായത് എന്ന് വിറ്റേക്കർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുമില്ല. ബട്ട് അവർക്ക് എന്തെങ്കിലും മറച്ചുവയ്ക്കാനുണ്ടോ എന്ന് സ്വാഭാവികമായും ഇപ്പോഴും സംശയിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ കൂടുതൽ പശ്ചാത്തലം ഇപ്പോഴും വിറ്റേക്കർക്ക് അറിയുകയുമില്ല. അതേസമയം 2 വയസ്സുകാരിയായ മോണിക്ക ഇപ്പോൾ കിൻഡർ ഗാർട്ടനിൽ പോവുകയാണ്. ആ കുട്ടി പോകുന്നതിൻ്റെ ചിത്രങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വിറ്റേക്കർ പറയുന്നത് അവർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് താനും കുടുംബവും നടത്തിയ യാത്രകളൊക്കെ തന്നെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. അതിൽ തൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ തന്നെ വളരെ സന്തുഷ്ടരായാണ് കാണപ്പെടുന്നത്. തങ്ങൾ വളരെ സന്തോഷകരമായി തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നാണ്. എന്ത് കാരണവശാലാണ് ഇവർ തിരികെ വരാത്തതെന്ന് ഇനിയും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതിനാണ് ഇപ്പോൾ അമ്മയുടെ പേരിൽ കാനഡയിലെ കോടതിയിൽ വിറ്റേക്കർ കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ റഷ്യൻ കോടതിയാകട്ടെ ഈ കുഞ്ഞിൻ്റെ കസ്റ്റഡി അവകാശം അമ്മയ്ക്കാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. പെൺകുട്ടിയാണ്, അത് മൈനറായിട്ടുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ കോടതികളിലൊക്കെ എത്തുമ്പോൾ ഈ കുട്ടിയെ അമ്മയ്ക്കൊപ്പം വിടാൻ തന്നെയാണ് സാധാരണഗതിയിൽ സാധ്യതയുള്ളത്. പക്ഷേ അച്ഛനെ കാണാനെങ്കിലും ഒന്ന് അനുവദിക്കണം. തന്നെ കസ്റ്റഡി വേണമെന്നില്ല, തന്നെ മകളെ ഒന്ന് കണ്ടാൽ മതി എന്നാണ് വിറ്റേക്കർ പറയുന്നത്. പക്ഷേ അതിനുപോലും അനുമതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഏതായാലും അടുത്ത് തന്നെ വീണ്ടും താൻ റഷ്യയിലേക്ക് പോവുകയാണെന്നാണ് വിറ്റേക്കർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പോയി മകളെ ഒരിക്കൽ കൂടി ഒന്ന് കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഒപ്പം റഷ്യയിലെ കോടതികളിൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകുമോ എന്ന് കണ്ടുപിടിക്കാനും വിറ്റേക്കർ പദ്ധതിയിടുന്നുണ്ട്.